ഹായ് ഫ്രണ്ട്സ്. പള്ളിപ്പാനയുടെ ഒന്നാം ദിവസം. പള്ളിപ്പാനയുടെ ഒന്നാം ദിവസത്തെ ആചാര ചടങ്ങുകൾ. ആദ്യം വേലന്മാരുടെ ആഗമനം. രണ്ടാമത് വേലന്മാരുടെ കാപ്പുകെട്ട്. ചടങ്ങുകൾ തുടങ്ങുന്നത് ഇങ്ങനെ. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം നടക്കുന്ന കാപ്പുകെട്ട് ചടങ്ങോടെയാണ് ആരംഭിക്കുക. കാപ്പുകെട്ടിന് മുൻപായി പള്ളിപ്പാന ചടങ്ങുകൾ നടത്തുന്നതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള കർമ്മികൾ എന്ന് വെച്ചാൽ വേലന്മാരെ അമ്പനാട്ട് പണിക്കർ ഇറക്കോടി കളത്തട്ടിന് സമീപത്തുള്ള ആൽത്തറയിൽ നിന്ന് സ്വീകരിച്ച് വേലന്മാർക്കായി തയ്യാറാക്കിയിട്ടുള്ള കുടിലുകളിൽ ഇരുത്തും. തുടർന്ന് ക്ഷേത്രം സ്ഥാനി ആശാരി വെട്ടിയതിനകം കുടുംബത്തിലെ മൂത്ത ആൾ പള്ളിപ്പന്തലിന് നാളികേരം മുടക്കും. പള്ളിപ്പന്തൽ എന്ന് പറയുന്നത് ദേവചൈതന്യം ആവാഹിച്ച കോയ്മ വടി വയ്ക്കുന്ന പന്തൽ. ശ്രീബലിക്ക് ശേഷം ദേവസ്വം അധികാരികൾ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചുള്ള സ്വർണം കെട്ടിയ കോയ്മ വടിയെടുത്ത് ശുദ്ധി ചെയ്ത് മണ്ഡപത്തിൽ വെച്ചിരിക്കും. കാപ്പുകെട്ട് മുഹൂർത്തത്തിന് മുൻപായി മേൽശാന്തി കോയ്മ വടിയെടുത്ത് ശ്രീകോവിലിൽ കൊണ്ടുപോയി ബിംബത്തോട് ചേർത്ത് വെച്ച് പൂജകൾ ചെയ്ത് മാലകൾ ചാർത്തി അലങ്കരിച്ച് വെള്ളി വട്ടികയിൽ വെച്ച് പുറത്തേക്ക് എഴുന്നള്ളിച്ച് പ്രദക്ഷിണമായി കിഴക്കേ ആനക്കൊട്ടിലെത്തി കുത്തുവിളക്കുകളുടെയും പുലിത്തോൽ പരിചയും വാളും ഏന്തിയ കോയ്മസ്ഥാനിയുടെയും പഞ്ചവാദ്യത്തിന്റെയും നാദസ്വരമേളത്തിന്റെയും അകമ്പടിയോടുകൂടി കോയ്മവടി പള്ളിപ്പന്തലിലേക്ക് എഴുന്നള്ളിക്കും. അവിടെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ശരകൂടത്തിനു പീഠങ്ങൾക്ക് മുകളിൽ കോയ്മവടി വെച്ച് കഴിഞ്ഞാൽ വേലന്മാർ ജപിച്ച് കോയ്മസ്ഥാനിയെ ഏൽപ്പിക്കുന്ന 5 സ്വർണ്ണക്കാപ്പുകളും 1 വെള്ളിക്കാപ്പും കോയ്മസ്ഥാനി നിർദ്ദേശിക്കുന്ന സ്ഥാനങ്ങളിൽ മേൽശാന്തി വെറ്റിലയോട് ചേർത്ത് കോയ്മവടിയിൽ കെട്ടും. അമ്പലപ്പുഴ, കോയിക്കരി, നെട്ടാശ്ശേരി, ചെമ്പകശ്ശേരി, കുന്നങ്കരി, ഏറമുണ്ട എന്നീ വേല സമുദായ കുടുംബങ്ങൾക്കാണ് കാപ്പുകൾ ജപിച്ച് കോയ്മസ്ഥാനിയെ ഏൽപ്പിക്കുന്നതിനുള്ള അവകാശം. പള്ളിപ്പാനയുടെ ഒന്നാം ദിവസമായ ഇന്നത്തെ പ്രധാന വഴിപാടുകൾ പോത്തും മുറോത്തുമാണ്. അതോടൊപ്പം കാപ്പുകെട്ടും. പോത്ത് വേലന്മാരും മുറോത്ത് വേലത്തികളുമാണ് ചൊല്ലാറ്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പള്ളിപ്പാന. 12 കളപ്പം കൂടുമ്പോൾ ഒരു പള്ളിപ്പാന. പള്ളിപ്പാന കാണാനും അതിൽ പങ്കെടുക്കാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പള്ളിപ്പാനയുടെ എല്ലാ ചടങ്ങുകളും നടക്കുന്നത് നട അടച്ചതിന് ശേഷമാണ്. അങ്ങനെ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ പള്ളിപ്പാന ഇത് കാണാൻ സാധിക്കുന്നതും ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങളോട് എത്തിക്കാൻ സാധിക്കുന്നതും എൻ്റെയും ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. പള്ളിപ്പാനയുടെ തുടർന്നുള്ള വീഡിയോകൾ ഇനിയും ഓരോന്നായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ കാണാം. ബൈ. താങ്ക് യു.